വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ തുറക്കുന്നത് വിലക്കി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ കർശന നിർദ്ദേശം. പേരാമ്പ്രയിലെ സ്ട്രോങ് റൂം തുറക്കൽ വിവാദത്തിന് പിന്നാലെയാണ് ജില്ലാ കളക്ടർമാർക്കുള്ള നിർദ്ദേശം. പേരാമ്പ്രയ്ക്ക് പുറമെ പാലക്കാട്, നെന്മാറ, ചിറ്റൂർ മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് വിവരങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന കേന്ദ്രവുമായി ബന്ധപ്പെട്ടും വിവാദമുയർന്നിരുന്നു. സീൽ ചെയ്യാത്തതുൾപ്പെടെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുറികൾ വോട്ടെണ്ണൽ കഴിയും വരെ തുറക്കരുതെന്നാണ് ജില്ലാ കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം. ഏത് സാഹചര്യത്തിലാണ് മുറികൾ തുറക്കാൻ തീരുമാനിച്ചതെന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരണം തേടി. കോഴിക്കോട് പേരാമ്പ്ര മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിനോട് ചേർന്ന മെറ്റീരിയൽ റൂം തുറന്നതിൽ ജില്ലാ കളക്ടർ വിശദീകരണം നൽകി. പോളിംഗ് സാമഗ്രികൾ സൂക്ഷിച്ച് സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്നും സ്ഥാനാർത്ഥികളുടെയും ഏജന്റുമാരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നുവെന്നുമാണ് ജില്ലാ കളക്ടറുടെ വിശദീകരണം. പേരാമ്പ്രയ്ക്ക് പിന്നാലെ നെന്മാറ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് രേഖകൾ സൂക്ഷിച്ചിരുന്ന പാലക്കാട് വിക്ടോറിയ കോളേജിലെ മുറി ഇന്ന് രാവിലെ തുറക്കാൻ തീരുമാനിച്ചെങ്കിലും പിന്നീട് മാറ്റി. ഫോം 17 നമ്മൾ ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി ഫോംസ് ഇരിക്കുന്ന റൂമാണ്. അപ്പം അതിൻ്റെ അകത്ത് ഡേറ്റ ടാലി ആക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു, എൻകോറിലെ ഡേറ്റ ആയിട്ട് ടാലി ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് റൂം തുറക്കാമെന്ന് വിചാരിച്ചത്. ഇല്ല, ഇപ്പൊ തൽക്കാലം ഉണ്ടാവില്ല. സി ഓഫീസിൽ നിന്ന് എന്താണോ ഇൻഫർമേഷൻ തരുന്നത് അതിനനുസരിച്ച് ബാക്കി ചെയ്യും. മെറ്റീരിയൽസ് റൂം തുറക്കുമെന്ന് തന്നെ ഫോണിലൂടെയാണ് അറിയിച്ചതെന്ന് നെന്മാറയിലെ UDF സ്ഥാനാർത്ഥി A. തങ്കപ്പൻ പ്രതികരിച്ചു. പെട്ടെന്ന് ഉടൻ വരണം, ഇല്ലെങ്കിൽ വന്നാലും വന്നില്ലെങ്കിൽ ഞങ്ങൾ തുറക്കുന്നൊക്കെ മെസ്സേജാണ് കണ്ടത്. നിങ്ങൾ ഇല്ലെങ്കിലും ഇല്ല എന്ന് ആബ്സെന്റ് രേഖപ്പെടുത്തി തുറക്കുന്നത്. ഇതിനിടെ ചിറ്റൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിന് പുറത്തുള്ള CCTV പ്രവർത്തനരഹിതമായെന്ന് ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥി സുമേഷ് അച്യുതൻ രംഗത്തെത്തി. ഗുരുവായൂർ മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ പ്രവർത്തനരഹിതമായതിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി UDF സ്ഥാനാർത്ഥി CH റാഷിദ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.